തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്തെ ഓഫീസിനെ ചൊല്ലിയുള്ള VK പ്രശാന്ത് MLA R ശ്രീലേഖ തർക്കത്തിൽ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ രേഖകൾ പരിശോധിക്കും. വാടകയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ രേഖകളില്ലെങ്കിൽ MLAക്ക് നോട്ടീസ് അയക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മനീഷ് മഹിവാൽ തിരുവനന്തപുരം നിന്ന് ചേരുന്നു. വാടക വീട് ഒഴിഞ്ഞു എന്ന് പറഞ്ഞ സിനിമ പാർട്ടി പറഞ്ഞ പോലെ ഒഴിയുമോ? അതെ SK, നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ ശാസ്തമംഗലത്താണ് VK പ്രശാന്ത്, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിൻ്റെ ഓഫീസ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ 300 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് വാടക ഒരു മാസം 832 രൂപയാണ്. ഒരു ശരാശരി ഒരു 50 രൂപ വെച്ച് സ്ക്വയർ ഫീറ്റിനാണെങ്കിൽ കൂടി ഒരു 15,000 രൂപ വാടക ഈടാക്കാവുന്നതാണ്. പക്ഷേ MLAക്ക് അതിൻ്റെ ഇളവുകൾ ഉണ്ടെങ്കിൽ കൂടി ഇത്രയും അധികം ഇളവുകൾ നൽകേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്താണെങ്കിലും ഇത് BJP ഒരു ആയുധമാക്കി എടുക്കുകയാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട VK പ്രശാന്ത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾ ഈ വിധത്തിൽ 200 രൂപ വാടക ഒക്കെ നിശ്ചയിച്ച് നൽകുന്ന കെട്ടിടങ്ങളുണ്ട്. അത് പലരും അത് വാങ്ങി കോർപ്പറേഷനിൽ നിന്നും ആ കെട്ടിടം വാങ്ങി മറ്റു പലർക്കും മറിച്ചു കൊടുത്ത് പോക്കറ്റിൽ കൂടുതൽ പണം വാങ്ങുന്നതായി തന്നെ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ VK പ്രശാന്ത് അടക്കമുള്ളവർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭ രേഖകൾ പരിശോധിച്ച് ആവശ്യമായ രേഖകൾ ഇല്ലെങ്കിൽ അതിന് നോട്ടീസ് അയക്കാനും ഒപ്പം തന്നെ ഈ വാടക കരാർ പുതുക്കി നിശ്ചയിച്ച് നൽകണോ എന്ന കാര്യത്തിൽ കൗൺസിലിന് വേണമെങ്കിൽ അത് റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുക്കാം. അത്തരം കാര്യങ്ങളിലേക്ക് കൂടി നഗരസഭ കടക്കുന്നു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി വാടക കരാർ പുതുക്കാത്ത കെട്ടിടങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. അതായത് പല കെട്ടിടങ്ങൾക്കും ഒരു വർഷം 8% വരെ വാടക നമുക്ക് പുതുക്കി നൽകാം, അല്ലെങ്കിൽ അത് കൂട്ടി നൽകാം. പക്ഷേ അത്തരത്തിൽ കൂട്ടി നൽകാത്ത പല കെട്ടിടങ്ങളും തിരുവനന്തപുരം നഗരസഭയിലുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് നൽകുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനുള്ള നീക്കമുണ്ട്. എന്താണെങ്കിലും VK പ്രശാന്ത് ശ്രീലേഖ തർക്കത്തോടുകൂടി തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തരം കെട്ടിടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കോർപ്പറേഷൻ അന്വേഷണത്തിനൊരുങ്ങുകയാണ്. ഈ ശ്രീലേഖയുടെ ഓഫീസിൽ തന്നെയാണ് VK പ്രശാന്തിൻ്റെ ഓഫീസുള്ളത്. കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് മുൻപാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ ഓഫീസിന് വേണ്ടി ആ കെട്ടിട പണി കഴിപ്പിച്ചത്. പിന്നീട് താഴത്തെ നിലയിലാണ് VK പ്രശാന്ത് ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ അവിടെ R ശ്രീലേഖയ്ക്ക് വലിയ അസൗകര്യമുണ്ടെന്നുള്ള പരാതിയെ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സമഗ്രമായ ഒരു അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നത്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.